ഒരു പെർഫെക്റ്റ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ എന്തൊക്കെയാണ് വേണ്ടേ? നിങ്ങളുടെ മനസ്സിൽ ആദ്യം വന്നത് ഓവനാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനും പണ്ട് ഇങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. ഒരു ഡിഗ്രി ടൈമിലാണ് കേക്ക് ഉണ്ടാക്കാനുള്ള ക്രേസ് ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെ ഞാൻ ഓവനൊന്നും ഇല്ലാതെ ആദ്യമായി ഉണ്ടാക്കിയ കേക്കിൻ്റെ ഫോട്ടോ ഇതാ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഒരാൾ എന്നോട് ചോദിച്ചത് ഇതെന്താ വട്ടേപ്പാണോ എന്നാണ്. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. സത്യത്തിൽ ഇതൊരു വട്ടയപ്പം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ അവരുടെ വീട്ടിൽ ഓവൻ ഉണ്ടെങ്കിൽ അവിടെ ഞാൻ പരീക്ഷിച്ചിരുന്നു എൻ്റെ ബേക്കിംഗ്. പക്ഷേ അതൊക്കെ ഫ്ലോപ്പായിരുന്നു. പിന്നീട് ഒരു കൊറോണ കാലത്താണ് എൻ്റെ ആദ്യത്തെ സക്സസ്ഫുൾ കേക്ക് ഉണ്ടാക്കുന്നത്, അതും വിത്തൗട്ട് ഓവൻ ആൻഡ് വിത്തൗട്ട് എ ഹാൻഡ് ബ്ലെൻഡർ. ഫോട്ടോയിൽ കാണുന്ന മാർബിൾ കേക്കും ബ്ലാക്ക് ഫോറസ്റ്റുമാണ് ഞാൻ ഉണ്ടാക്കിയതിൽ പെർഫെക്റ്റ് ആയിട്ട് വന്ന ആദ്യത്തെ കേക്ക്സ്. പിന്നീട് അങ്ങോട്ട് കേക്ക്സിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. ഓറഞ്ച് കേക്ക്, ബ്ലൂബെറി കേക്ക്, വാഞ്ചോ കേക്ക്, പിസ്താഷ്യോ കേക്ക്, റെഡ് വെൽവെറ്റ്, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ കേക്കുകളും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. എല്ലാം 100% പെർഫെക്റ്റ് ആയി എന്നല്ല പറയണേ. എന്നാലും നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേ വരുമ്പോൾ നമ്മളായിട്ട് അവർക്കൊരു കേക്ക് ബേക്ക് ചെയ്ത് കൊടുക്കുന്നത് അവർക്കൊരു സന്തോഷമായിരിക്കില്ലേ? അപ്പോൾ ഓവൻ ഇല്ലെങ്കിലും നമുക്ക് വീട്ടിൽ നന്നായി തന്നെ കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റും. വെക്കേഷൻ തീരും മുന്നേ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ ഒരു സിമ്പിൾ റെസിപ്പി ഇട്ടിട്ട് ഡോ ട്രൈ ഇറ്റ് ഔട്ട്.